നമ്മൾ ജീവിക്കുന്ന ഈ നൂതന കാലഘട്ടത്തിലും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പ്രേതം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ലേ. എങ്കിലും ശാസ്ത്രീയമായി ഇപ്പോഴും പ്രേതമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിക്കുന്ന നിഗൂഢമായ പല കാര്യങ്ങളും നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഹോണ്ടഡ് ആയിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ ഭയപ്പെടുത്തുന്ന 10 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു റിവൈൻഡ് മലയാളം. ഇന്ത്യയിലെ തന്നെ ഭയപ്പെടുത്തുന്ന 10 സ്ഥലങ്ങളിൽ 10ാം സ്ഥാനത്തുള്ളത് ആസാം ജില്ലയിലെ ജതിങ്ക ഗ്രാമമാണ്. ഏകദേശം 2500 പേർ മാത്രമാണ് ഈ ഒരു ജതിങ്ക ഗ്രാമത്തിൽ താമസിക്കുന്നത്. കഴിഞ്ഞ 50 വർഷമായി വർഷത്തിലൊരിക്കൽ, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഈ ഒരു ഗ്രാമത്തിൽ നിഗൂഢമായ ചില പ്രതിഭാസങ്ങൾ അരങ്ങാറുണ്ട്. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ അമാവാസി ദിനങ്ങളിൽ അവിടെ എത്തുന്ന ദേശാടന പക്ഷികളും അതുമാത്രമല്ല ആ ഗ്രാമത്തിൽ വസിക്കുന്ന പക്ഷികളും ആകാശത്ത് വട്ടമിട്ട് പറക്കുകയും അതിനുശേഷം അവിടുത്തെ മരങ്ങളിലും അവിടുത്തെ ചുമരുകളിലും തലചല്ലി ചാവുകയുമാണ് ചെയ്യുന്നത്. ശാസ്ത്രീയപരമായി ഇതിന് പല തിയറികളും ഉണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ചില അമാനുഷിക ശക്തികളുടെ പ്രേരണ മൂലമാണ് ആ പക്ഷികളെല്ലാം ആത്മഹത്യ ചെയ്യുന്നതെന്നാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ ഇന്ത്യയിലെ ഭയപ്പെടുത്തുന്ന 9ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലുള്ള ലംബി ദേഹാർ ഖനികളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡിലെ ലംബി ദേഹാർ ഖനിയിൽ ഏകദേശം 50,000-ഓളം തൊഴിലാളികൾ പണി ചെയ്തിരുന്നു. പക്ഷേ അവിടെ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ഒരു ദിവസം ആ ഒരു ചുണ്ണാമ്പ് ഖനി തകർന്നു വീഴുകയും അതിനടിയിൽപ്പെട്ട് 50,000-ഓളം തൊഴിലാളികൾ മരണപ്പെടുകയുമാണ്. അതോടെ ആ ഒരു ചുണ്ണാമ്പ് ഖനി അടച്ചു പൂട്ടിയെങ്കിലും ഇന്നും പാതിരാത്രിയാകുമ്പോൾ അതിനുള്ളിൽ നിന്ന് പല ശബ്ദങ്ങളും, പരസ്പരം സംസാരിക്കുന്ന ശബ്ദങ്ങളും നിലവിളിക്കുന്ന ശബ്ദങ്ങളും അലറിയിടുന്ന ശബ്ദമൊക്കെ കേൾക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലിസ്റ്റിലെ 8ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ദിവസവും ധാരാളം വിനോദസഞ്ചാരികളെത്തുന്ന, ദിവസവും ധാരാളം ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ഹൈദരാബാദിലെ രാമോജിറാവ് ഫിലിം സിറ്റിയാണ്. പല സെലിബ്രിറ്റീസും പല സോഷ്യൽ മീഡിയ വഴി ഈ ഒരു രാമോജിറാവ് ഫിലിം സിറ്റിയിൽ നിഗൂഢമായ പല കാര്യങ്ങളും, നെഗറ്റീവ് എനർജികൾ ഉള്ളതായി പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നിലെ കഥ എന്താണെന്ന് അന്വേഷിച്ചു വന്നാൽ 100 വർഷങ്ങൾക്ക് മുമ്പ് അതൊരു യുദ്ധക്കളമായിരുന്നു. ആ യുദ്ധക്കളത്തിൽ വെച്ച് ധാരാളം പട്ടാളക്കാർ മരണപ്പെടുകയാണ്. ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ രാമോജിറാവ് ഫിലിം സിറ്റി ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് മരണപ്പെട്ട പട്ടാളക്കാരുടെ ആത്മാക്കളാണ് ഇന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഇനി നമ്മുടെ ലിസ്റ്റിലെ ഇന്ത്യയിലെ തന്നെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ 7ാം സ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശിലെ മീററ്റിലുള്ള GP ബ്ലോക്കാണ്. ഈ ഒരു GP ബ്ലോക്കിൽ 3 കെട്ടിടങ്ങളാണുള്ളത്. 1930 മുതൽ ഈ കെട്ടിടങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അതിന് കാരണമായി പറയുന്നത് ആ കെട്ടിടങ്ങളിൽ പലപ്പോഴായി ചുവന്ന സാരി ഉടുത്ത ഒരു സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതും കെട്ടിടത്തിൻ്റെ മുകളിലിരിക്കുന്നതും അലറി വിളിക്കുന്ന ശബ്ദമെല്ലാം അവിടുത്തെ പ്രദേശവാസികൾ കേട്ടിട്ടുള്ളത് എന്നതാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ ഇന്ത്യയിലെ തന്നെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ 6ാം സ്ഥാനത്തുള്ളത് ഉത്തരാഖണ്ഡിലുള്ള മുസൂറിയിലുള്ള സാവോയ് ഹോട്ടലാണ്. കാര്യം, ദിവസം തോറും ധാരാളം വിനോദസഞ്ചാരികൾ താമസിക്കുന്ന ഈ ഒരു ഹോട്ടലിൽ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിഗൂഢമായ ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സാവോയ് ഹോട്ടലിൽ ലേഡി ഗാർണറ്റ് എന്നൊരു ബ്രിട്ടീഷ് വനിത താമസിക്കാനെത്തുകയാണ്. ആ ഒരു വനിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ പ്രേതബാധങ്ങളെയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരാളായിരുന്നു. ഭയങ്കര ഈശ്വര വിശ്വാസിയുള്ള ഒരാളായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ താമസിച്ച ആ ഒരു ലേഡി ഗാർണറ്റ് ഒരു ദിവസം അവരുടെ റൂമിൽ മരിച്ചു കിടക്കുന്നതായി കാണുകയാണ്. അതിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ ആ ഒരു സ്ത്രീ വിഷം ഉള്ളിൽ ചെന്നാണ് മരണപ്പെടുന്നതെന്ന് കാരണങ്ങൾ പറഞ്ഞെങ്കിലും ഇന്നും യഥാർത്ഥത്തിൽ ആ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത് നിഗൂഢമായി തുടരുന്ന കാര്യമാണ്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അന്നു മുതൽ ആ ഒരു സാവോയ് ഹോട്ടലിൽ നിഗൂഢമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതായി പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ തന്നെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ 5ാം സ്ഥാനത്തുള്ളത് ഡാർജിലിംഗിലുള്ള ഡൗ ഹില്ലാണ്. ധാരാളം പൈൻ മരങ്ങൾ ഇടതൂർന്ന് വളരുന്ന ഈ ഒരു ഡൗ ഹില്ലിൽ ഒത്ത നടുവിലായിട്ട് ഒരു പബ്ലിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ പബ്ലിക് സ്കൂളിൻ്റെ മുന്നിലൂടെ ഒരു റോഡുണ്ട്. ഡെത്ത് റോഡ് എന്നാണ് അതറിയപ്പെടുന്നത്. ആ ഒരു ഡെത്ത് റോഡിൽ പലപ്പോഴായി തലയില്ലാത്ത ഒരു കുട്ടി നടന്നു പോകുന്നതായി പലരും കണ്ടതായി സൂചിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ഡൗ ഹില്ലിലുള്ള ആ പൈൻ മരങ്ങൾക്കിടയിൽ ധാരാളം പേർ നിഗൂഢമായ രീതിയിൽ മരിച്ചു കിടക്കുന്നതും പല കൊലപാതകങ്ങളും അരങ്ങേറിയിട്ടുള്ളതായും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ തന്നെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ 4ാം സ്ഥാനത്തുള്ളത് ഗുജറാത്തിലെ ദുമാസ് ബീച്ചാണ്.
കാണാൻ നല്ല ഭംഗിയുള്ള ബീച്ചാണ്. ഇവിടുത്തെ മണലെന്ന് പറയുന്നത് കറുത്ത മണലാണ്. ഇതിന് കാരണമായി പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു ആചാരപ്രകാരം ധാരാളം ശവശരീരങ്ങൾ ഇവിടെ ദഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ മണലിന് കറുത്തതെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, പകൽ നല്ല സൂപ്പറായിട്ടുള്ള വൈബുള്ള ഒരു സ്ഥലമാണ് ഈ ഗുജറാത്തിലെ ദുമാസ് ബീച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇരുട്ടുവോളം അവിടുത്തെ സ്ഥിതിഗതികളാകെ മാറുന്നു. അവിടെ പലരും നിലവിളിക്കുന്നതായും പരസ്പരം സംസാരിക്കുന്നതും അലറി വിളിക്കുന്ന ശബ്ദങ്ങളെല്ലാം പ്രദേശവാസികൾ പലപ്പോഴായി കേട്ടതായി ചില റിപ്പോർട്ടുകളുണ്ട്. ഇനി ഇന്ത്യയിലെ തന്നെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ 3-ാം സ്ഥാനത്തുള്ളത് പൂനെയിലെ ശനിവാർവാഡ കോട്ടയാണ്. ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായിരുന്ന ശനിവാർവാഡ കോട്ടയിൽ ചതിയുടെയും വഞ്ചനയുടെയും ചില കഥകൾ അരങ്ങേറുന്നു. ബാജിറാവു ഒന്നാമൻ പണി കഴിപ്പിച്ച ശനിവാർവാഡയിലെ 5ാമത്തെ പേർഷ്യയായി ബാജിറാവുവിൻ്റെ ചെറുമകൻ നാരായണറാവു സിംഹാസനത്തിലിരിക്കുന്നത് ഇഷ്ടമല്ലാതിരുന്ന നാരായണറാവുവിൻ്റെ അമ്മാവനായ രഘുനാഥറാവു സിംഹാസനം ലഭിക്കാനായി ഭാര്യയുമായി ഗൂഢാലോചന നടത്തുകയാണ്. അങ്ങനെ ഒരു കൂട്ടം കൊലയാളികളെ നാരായണറാവുവിൻ്റെ അറകളിലേക്ക് അയക്കുകയും അവർ നാരായണറാവുവിനെ പിടികൂടുകയുമാണ്. അമ്മാവൻ്റെ ചതി മനസ്സിലാക്കാതെ നാരായണറാവു കാക്കാമാല വച്ചുവ എന്ന് നിലവിളിച്ചെങ്കിലും, അതായത് അമ്മാവ എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിച്ചെങ്കിലും ആരും രക്ഷിക്കാൻ വന്നില്ല. അതുമാത്രമല്ല, കൊലയാളികൾ നാരായണറാവുവിനെ വെട്ടിനുറുക്കി ചാക്കിലാക്കി പുഴയിലെറിഞ്ഞതായി പറയപ്പെടുന്നു. ഇന്നും പൗർണമി നാളുകളിൽ ശനിവാർവാഡ കോട്ടയിൽ അമ്മാവ എന്നെ രക്ഷിക്കൂ എന്ന ശബ്ദം അലയൊലിക്കുന്നതായി പറയപ്പെടുന്നു. ഇനി ഇന്ത്യയിലെ തന്നെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ 2-ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാനിലെ കുൽധാര ഗ്രാമമാണ്. ഇതിനോടകം തന്നെ നമുക്കെല്ലാവർക്കും പലരും കേട്ടിട്ടുണ്ടാകും ഈ ഒരു കുൽധാര ഗ്രാമത്തിൽ. പലരും അവിടെ ചെന്ന് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടാകും. എന്താണ് അതിൻ്റെ കഥ എന്നല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തലവനുണ്ടായിരുന്നു. ആ ഗ്രാമത്തലവന് സുന്ദരിയായ ഒരു മകളും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഗ്രാമത്തിനെ ഭരിക്കാൻ വേണ്ടി ഒരു ഭരണാധികാരി എത്തുകയാണ്, സലീം സിംഗ് എന്ന ഒരാൾ. ആ സലീം സിംഗ് ഈ ഒരു ഗ്രാമത്തലവൻ്റെ മകളെ കാണുകയും ഇഷ്ടപ്പെടുകയുമാണ്. അങ്ങനെ സലീം സിംഗ് ഗ്രാമത്തലവനോട് തൻ്റെ മകളെ തനിക്ക് കെട്ടിച്ചു തരണമെന്ന് ആജ്ഞാപിക്കുകയാണ്. പക്ഷേ അതിന് വഴങ്ങാതിരുന്ന ഈ ഒരു ഗ്രാമത്തലവനോട് സലീം സിംഗ് പറയുകയാണ്, നിങ്ങളുടെ ഗ്രാമത്തെ ഞാൻ ചുട്ടേരിക്കും, മര്യാദയ്ക്ക് നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരുന്നു. അങ്ങനെ അതിന് വഴങ്ങാതിരുന്ന ഗ്രാമത്തലവനും അതിന് സപ്പോർട്ടായി നിന്ന ധാരാളം ജനങ്ങളും കൂടി ഒറ്റ രാത്രി കൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. അവർ എവിടേക്ക് പോയി എന്നുള്ളത് ഇന്നും തുടരുന്ന നിഗൂഢതയാണ്. അവർ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ശപഥം ചെയ്തിരുന്നു, ഈ ഗ്രാമത്തിൽ ഇനി ആരും താമസിക്കാതിരിക്കട്ടെ. അങ്ങനെ താമസിക്കുകയാണെങ്കിൽ തന്നെ അവർ ജീവനോടെ ഇവിടെ പോകില്ല എന്ന് അവർ ശപഥം ചെയ്തിട്ടാണ് ആ ഗ്രാമം വിട്ട് പോയതെന്ന് കഥകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ആ ഒരു ഗ്രാമത്തിൽ അർദ്ധരാത്രിയാകുമ്പോൾ ആരും തന്നെ താമസിക്കുന്നില്ല. ഇനി നമ്മുടെ ലിസ്റ്റിലെ ഇന്ത്യയിലെ തന്നെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാനിലെ ബാങ്കർ കോട്ടയാണ്. ഈ ഒരു കോട്ടയുടെ കഥ പറയുകയാണെങ്കിൽ, ബാങ്കർ കോട്ടയിലെ സുന്ദരിയായ രത്നാവതി രാജകുമാരിയെ സിംഗിയ എന്ന ദുർമന്ത്രവാദി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയും അവളെ വശീകരിക്കാനായി മന്ത്രക്രിയകൾ ചെയ്ത എണ്ണ രാജകുമാരിയുടെ തോഴിയുടെ കയ്യിൽ കൊടുത്തുവിടുകയുമാണ്. പക്ഷേ അപകടം മണത്തറിഞ്ഞ രാജകുമാരി ആ എണ്ണ നിലത്തൊഴിക്കുകയും എണ്ണ വീണ മണ്ണ് വലിയൊരു പാറയായി രൂപപ്പെടുകയും അത് ഉരുണ്ടു ചെന്ന് മന്ത്രവാദിയുടെ മേൽ പതിക്കുകയും മന്ത്രവാദി മരിക്കുകയുമാണ്. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് മന്ത്രവാദി ശപിക്കുകയാണ്, നീയും നിൻ്റെ കൊട്ടാരവും നശിക്കട്ടെ എന്ന്. മന്ത്രവാദിയുടെ ശാപമെന്ന വണ്ണം തൊട്ടടുത്ത വർഷങ്ങളിൽ രാജകുമാരി കൊല്ലപ്പെടുന്നു. ഇന്നും അർദ്ധരാത്രികളിൽ ആ കോട്ടയിൽ നിന്ന് രാജകുമാരി അലർന്ന ശബ്ദങ്ങൾ കേൾക്കുന്നതായി പറയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളോടാണ് ഇനി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ഈ 10 സ്ഥലങ്ങളിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം, പുതിയൊരു സബ്ജക്റ്റുമായി. ടേക്ക് കെയർ, ബൈ.